ഇത്തവണത്തെ പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്കാണ് മേൽക്കൈ നേടാനായിട്ടുള്ളത്. തൃണമൂലിനെ ഇല്ലാതെയാക്കുക എന്നുള്ളത് ബി.ജെ.പിയുടെ ഒരു ആവശ്യവുമായിരുന്നു. ഏതാണ്ട് അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ നിന്നുള്ള ഒരു വാർത്ത വരുന്നത് വളരെ ഞെട്ടിക്കുന്നത്. ഏതാണ്ട് 4000-ഓളം ഇ.വി.എമ്മുകൾ കത്തിപ്പോയി എന്നുള്ളതാണ് ഈ വാർത്ത. ഇത് ശരിയാണോ? വളരെ ശരിയായിട്ടുള്ള ഒരു വാർത്തയാണ്. കാരണം അതൊരു ഗവൺമെന്റ് ബിൽഡിംഗ് ആണ്. അവിടെ സൗത്ത് പർഗനാസിലാണ്. ആ സൗത്ത് പർഗനാസിൽ അലിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുന്ന ഒരു ബിൽഡിങ്ങിൽ ഒന്നാം നിലക്ക് ആദ്യം തീ പിടിച്ചു, രണ്ടാം നിലക്ക് തീ പിടിച്ചു. പക്ഷെ അത് 9ാം നില കത്തുന്നവരെ കുഴപ്പമില്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും അതിശയകരമായിട്ടുള്ള കാര്യം. അപ്പൊ അതിൽ 4000 ഇ.വി.എമ്മുകളാണ് ഉണ്ടായിട്ടുള്ളത്. ആ 4000 ഇ.വി.എമ്മുകളും കത്തിനശിച്ചു. ഈ 4000 ഇ.വി.എമ്മുകൾക്ക് ചില പ്രത്യേകതയുണ്ട്. കാരണം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 10 മണ്ഡലങ്ങളിലെ ഇ.വി.എമ്മുകളാണ് കത്തിനശിച്ചിട്ടുള്ളത്. 10 മണ്ഡലങ്ങളിലെ. അപ്പൊ അതായത് ഇനി മുതൽ ഇ.വി.എം പരിശോധിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല. കാരണം ഇ.വി.എം കത്തിപ്പോയി. ഇനിയിപ്പോ അതൊന്നും പരിശോധിക്കാനുള്ള സാധ്യതയില്ല. ഇതിന്റെ ഒരു നമുക്കൊരു വലിയ തോതിൽ നമുക്കൊരു സംശയം തോന്നുന്ന കാര്യം എന്താണെന്ന് കൂടി പറഞ്ഞാൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇത് വ്യക്തമാകും. ഒരു മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ് രാജർഹട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. അവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷമില്ല. ചില സ്ഥലങ്ങളിൽ ഒരു രാജർഹട്ടിൽ 40%-50%, 50%ഒക്കെ മുസ്ലിങ്ങളുണ്ട്. അപ്പൊ ആ മുസ്ലിങ്ങളിൽ തന്നെ രാജർഹട്ടിലെ ന്യൂ ടൗണിൽ ഒരു 164 ബൂത്ത് ഉണ്ട്. ഈ 164 ബൂത്തിന്റെ ഫലം കഴിഞ്ഞ ദിവസം ഭയങ്കര വിവാദമായിരുന്നു. അതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ 97% വോട്ടോടെ ബി.ജെ.പിക്കാണ്. 97% വോട്ട് ബി.ജെ.പിക്കാണ്. CPM-ന് ആകെ വോട്ട് ചെയ്തു എന്ന് പറയുന്നത് ആകെ വെറും 1 വോട്ട് മാത്രമാണ് CPM-ന് ലഭിച്ചിട്ടുള്ളത്. കേവലം 5 വോട്ടുകൾ മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ളത്. ഇത്രയും കേൾക്കുമ്പോൾ നമുക്ക് വലിയ അതിശയം തോന്നില്ല. അതിനെന്താ അങ്ങനെ വോട്ട് ചെയ്തൂടെ എന്ന് തോന്നാം. ഏറ്റവും വലിയൊരു തമാശ കൂടി പറഞ്ഞ കാര്യം ക്ലിയർ ആവും. അവിടെ ആ ബൂത്തിലെ 88% വോട്ടേഴ്സ് മുസ്ലിംസാണ്. എന്ന് പറഞ്ഞാൽ അവർ ബി.ജെ.പിക്കാരായി. കാര്യം ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്. അതായത് 164-ാമത്തെ ബൂത്തില് നിങ്ങൾ അറിയേണ്ടത് ആകെ 97% വോട്ടുകളും ജയിച്ചിട്ടുള്ളത് ഈ പറയുന്ന രാജർഹട്ട് ന്യൂ ടൗൺ എന്ന് പറയുന്ന 164 നമ്പർ ബൂത്തിലെ 97% വോട്ട്. അതായത് 100 പേര് വോട്ട് ചെയ്യുമ്പോൾ 50-60 പേരല്ല. സാധാരണ അതൊക്കെ സംഭവിക്കാമല്ലോ, വേണമെങ്കിൽ 80 പേരും സംഭവിക്കാം. പക്ഷെ ഇതല്ല, 97% പേര് വോട്ട് ചെയ്ത ആർക്കാണ്? ബി.ജെ.പിക്ക്. അവിടെ 88% മുസ്ലിംസ് ആണ്. പക്ഷേ 88% മുസ്ലിംസ് എന്തായാലും വോട്ട് ചെയ്യാതെ 97% വരില്ലല്ലോ. അല്ല, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായതുകൊണ്ട് ബി.ജെ.പിക്ക് വോട്ട് ചെയ്തുകൂടെ എന്നുണ്ടോ? അല്ല, ചെയ്തുകൂടെന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു വോട്ട് ശരിക്കും പറഞ്ഞാൽ മുസ്ലിംസ് ഒരു വോട്ട് ആർക്ക് കൊടുത്തിട്ടുണ്ട്? CPM-ന് കൊടുത്തിട്ടുണ്ട്. 5 വോട്ട് കഷ്ടിച്ച് ആർക്കും കൊടുത്തിട്ടുണ്ട്.